കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൊടുത്ത അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഈ പൃഥ്വിരാജിനെ പറ്റിയിട്ടുള്ള പരാമർശം ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് ഗുരുത്തക്കേട് കാണിച്ചു എന്നുള്ള രീതിയിൽ. ഞാനൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവർ തിരിച്ചറിയും. ദിലീപ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ അതിനുശേഷം ആ തിരുമേനി ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഓക്കെ മോനെ, നീ അങ്ങനെ ആലോചിച്ചിട്ട് എനിക്കൊന്നുമില്ല. രോഗത്തിൻ്റെ സമയത്തും കഴിഞ്ഞാലും മനസ്സിനെ കൺട്രോൾ ചെയ്താൽ മതി. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഡെയിലി ഓരോ കാര്യങ്ങൾ എന്തായാലും നമ്മൾ പഠിക്കുമല്ലോ. അത് കുട്ടികളിൽ നിന്ന് മാത്രമല്ല, അതേപോലെ അവരും നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉത്തരവാദിത്വമുള്ളവരായി മാറുന്നു. എൻ്റെ മുഴുവനും ഉണ്ടെന്ന് നെഞ്ചിലൊരു വലിയ ആ ഒരു രീതിയിൽ അങ്ങ് ആലോചിക്കും. ഞാൻ അവരായി മാറുക, ഞാൻ മോനായിട്ട് മാറുകയാണ് ചെയ്തത്. വിരോധമൊന്നും ആരോടുമില്ല, ആരോടുണ്ടാവരുത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നീലി വന്നു, അതിനു മുമ്പ് മിന്നൽ മുരളി വന്നു. വീണ്ടും ഒരു സൂപ്പർ ഹീറോയ്ക്കുള്ള വരവാണോ? അതാണ് ചോദ്യം. റിവോൾവർ റിംഗോ എന്നുള്ള സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ചേരുന്നുണ്ട്. നമസ്കാരം. വീണ്ടും ഒരു സൂപ്പർ ഹീറോ ആണോ? സൂപ്പർ ഹീറോ അല്ല, എന്നാൽ സൂപ്പർ ഹീറോയുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് പടത്തില്. സൂപ്പർ ഹീറോ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കുട്ടികളെ സഹായിക്കുന്ന റോൾ കുറച്ച് മുതിർന്നു അല്ലേ? അല്ല, ഷൂട്ട് ചെയ്യുമ്പോ കുട്ടികളും ഞാനും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായി. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് ഇവന്മാർ പെട്ടെന്ന് വളർന്ന് പ്രമോഷൻ വന്നപ്പോ ഇവരൊക്കെ തരക്കാരായി. എന്തായി ചോദിക്കാൻ പാകത്തിനായി. ഈ കുട്ടികളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവുമെന്ന് നമുക്ക് പറയാറുണ്ട്. അതായത് അവരുടെ റിയാക്ഷൻസ്, അവർ ഓരോ ടേക്കിനെ സമീപിക്കുന്നത്. കാരണം അവർ കണ്ടു വളർന്നിട്ടുള്ള സിനിമകൾ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ റെഫറൻസുകൾ വ്യത്യാസമുണ്ട്. ഇവരിൽ നിന്ന് എന്താ പഠിച്ചത്? എന്താ ഞാൻ എന്താ പഠിച്ചത് അവനെങ്ങനെ പറയണല്ലേ? അല്ല, ഇവര് നമ്മളെ ക്ഷമ പഠിപ്പിച്ചായിരുന്നു നന്നായിട്ട്. അല്ല, നല്ല എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്ന കുട്ടികളാണ്. പിന്നെ നമ്മൾ ഇവരുടെ കൂടെ കൂടുമ്പോൾ ഭയങ്കര ആ രസം, ഒരു ഭയങ്കര രസമായിട്ട് കാര്യങ്ങളിങ്ങനെ പോകുന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ പറഞ്ഞ പോലെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോ നമുക്ക് ഇന്റർവ്യൂവിൽ ഇരുന്ന് ഇന്ന കാര്യങ്ങളാണ് പഠിച്ചതെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അതിങ്ങനെ ഡെയിലി ഓരോ കാര്യങ്ങൾ എന്തായാലും നമ്മൾ പഠിക്കുമല്ലോ. അത് കുട്ടികളിൽ നിന്ന് മാത്രമല്ല, അതേപോലെ അവരും നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉത്തരവാദിത്വമുള്ളവരായി മാറുന്നു എന്നുള്ളത് അത് വേറൊരു കാര്യം. നമസ്കാരം. ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ പാട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ. അപ്പോൾ 3 പാട്ടുകൾ 4 പാട്ടുകളൊക്കെ അടുപ്പിച്ചങ്ങനെ എഴുതുന്ന ഒരാളാണെന്നാണ് കേട്ടിരിക്കുന്നത്. അഭിനയത്തിലേക്ക് വരുമ്പോഴും ഇത് ആദ്യത്തെ ടേക്കിൽ ഓക്കെ ആവുക, അത് സാധ്യമാവുന്നുണ്ട് എപ്പോഴും അഭിനയിക്കുമ്പോഴേ? ഓ, അത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ റെഡി ആയിരുന്നാണ്, മനസ്സ് റെഡി ആയിരുന്നാണ്, തയ്യാറായിരുന്ന ഓക്കെ. എനിക്കങ്ങനെ പ്രശ്നം തോന്നാറില്ല. സ്ക്രിപ്റ്റ് ബൈഹാർട്ട് പഠിക്കാനൊന്നും പ്രശ്നമില്ല എനിക്ക്. ഈ ഇപ്പോൾ രോഗം എന്തെങ്കിലും രീതിയിൽ പണ്ടത്തെ ഒരു ആവേശത്തെയോ അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റിനോട്, സിനിമ എന്നുള്ള മൊത്തത്തിനോടുള്ള ക്രാഫ്റ്റിനോടാണല്ലോ എനിക്ക് എപ്പോഴും താല്പര്യം. അവിടേക്ക് പോകാൻ എന്തെങ്കിലും രീതിയിൽ ശരീരം തളർത്തുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെ മനസ്സ് വെച്ച് അതിനെ അതിജീവിക്കുന്നത്? അല്ല, രോഗത്തിൻ്റെ സമയത്തും കഴിഞ്ഞാലും മനസ്സിനെ കൺട്രോൾ ചെയ്താൽ മതി. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പിടിക്കാതെയാണ് ഇവിടെ വന്നത്. തീരെ വയ്യാത്ത ആളാണ് ഞാൻ. 2 സൈഡും ഈ സൈഡ് തടസ്സം പോയതാണ്. പക്ഷേ എനിക്ക് വലതേ ഭാഗത്ത് എനിക്ക് ഉണ്ട്. എൻ്റെ വലതു ഭാഗത്ത് ഞാൻ റെഡിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ പേടിക്കുന്നു. എനിക്കിത് മതി എന്ന് ഞാൻ വെക്കും. പിന്നെ ഒന്നിനെ ഞാൻ സങ്കടപ്പെടാറില്ല. ഇന്നലെ എങ്ങനെയായിരുന്നു, എനിക്കിനി നാളെ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കാറില്ല. അത് കഴിഞ്ഞു. ഇന്ന് വേറൊരു ജീവിതം, നാളെ വേറൊരു ജീവിതം. ഇത്രയേ ഉള്ളൂ. ഈ കുട്ടികളെ വെച്ചിട്ടൊരു പടം ഉണ്ടാക്കുക, അത് വർക്കാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊന്ന് അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ വേൾഡും നമ്മുടെ വേൾഡും പലപ്പോഴും രണ്ടായിരിക്കും. ഇപ്പം നമ്മളുടെ കാഴ്ചയിൽ നിന്ന് കുട്ടികളെ അഭിനയിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും ആ പടങ്ങളെ കുറച്ച് അമേച്ചർഷാവുക. അപ്പം ഇവരുടെ ഒരു ലെവലിലേക്ക് ഉയർന്നുകൊണ്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇവരുടെ വേൾഡ് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആണ്, കുറച്ചുകൂടി ഫിൽറ്റേഴ്സ് ഇല്ലാത്തതാണ്, കുറച്ചുകൂടി ഫാൻറ്റസി നിറഞ്ഞതാണ്. സോ റൈറ്റിങ്ങിൽ വരുമ്പോഴും മേക്കിങ്ങിൽ വരുമ്പോഴും ആ ഒരു ചൈൽഡ് സോൺ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്?
അതിൽ നമ്മുടെ മനസ്സ് കുട്ടികളുടെ ഒരു മനസ്സായിരുന്നാൽ മതി. അവരെ പോലെ ചിന്തിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഷൂട്ടിങ്ങിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇവരെല്ലാവരും കുറേ പിള്ളേരുണ്ടായിരുന്നല്ലേ ഇതിനകത്ത്, 4-5 പിള്ളേരുണ്ട്. അപ്പോൾ ഇവർ മൊത്തത്തിൽ വേറെ ലോകത്ത് കളിച്ച് ചിരിച്ച് നടക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്ഷമിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവരെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല. എന്തുകൊണ്ടൊരു സൂപ്പർ ഹീറോ ഓണർ അല്ലെങ്കിൽ സൂപ്പർ ഹീറോനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യാം? അതൊന്നും ഇപ്പം മലയാളത്തിൽ അധികം പരീക്ഷിക്കാത്തൊരു ഏരിയയും കൂടിയാണല്ലോ അത്. അല്ല, അത് അങ്ങനെ ഒരു കഥ വന്നു, അങ്ങനെ ഒരു ആശയം കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ വന്നു പോയിച്ചതാണ്. അതെ. ഈ ചില എഴുത്തിലൊക്കെ അല്ലെങ്കിൽ ചില വാർത്താക്കുറിപ്പിലൊക്കെ അദ്ദേഹം മിന്നൽ മുരളി ആരാധിച്ച് അതിലൂടെ വരുന്നൊരു സൂപ്പർ ഹീറോ ആണെന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാരല്ല, സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾ ഒരു സിനിമ എടുക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശരിക്കും എന്താ ഇതിന്റെ ഒരു ബേസ്? ഒരു ക്ലാരിറ്റി ഇൻഡിയാന ജോൺസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫാൻ മെയ്ഡ് വേർഷൻ ഉണ്ടായിരുന്നു. ഫാൻ മെയ്ഡ് വെച്ചാൽ അത് ചെറിയ പിള്ളേർ ചേർന്ന് ചെയ്തൊരു സിനിമയാണ്. അവർ ആ സിനിമ അതേപോലെ അവരുടേതായ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു സിനിമയുടെ സന്നാഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ വീട്ടിൽ എന്തൊക്കെയാണ് അവർക്ക് അവൈലബിൾ, അവരുടെ വീട്ടിലത്തെ ക്യാമറ, വീട്ടിലത്തെ പ്രോപ്പർട്ടി, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവർ ആ സിനിമ ചെയ്തത്. അവര് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു വെക്കേഷൻ ടൈമിലാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെ 2-3 വർഷം എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതിനകത്ത് ക്യാരക്ടറിന്റെ വലുപ്പവും എല്ലാം മാറും. എന്നാൽ പോലും അവരത് ചെയ്ത് തീർത്തു. എന്നിട്ട് അവരത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലീസ് മീൻസ് അങ്ങനെ എല്ലാവരും കാണിക്കലും റിലീസും അല്ല. പക്ഷെ പിന്നീട് അതിനൊരു കൾട്ട് സ്റ്റാറ്റസ് വന്നിട്ടുണ്ടായിരുന്നു ഈ വിദേശ രാജ്യങ്ങളിൽ. അതായിരുന്നു ഈ സിനിമേന്റെ ഒരു ബേസ്. അതാണ് ഇൻസ്പിറേഷൻ. കുട്ടികൾ ചേർന്നൊരു സംഭവം ചെയ്യുന്നു, അതിനകത്തൊരു സൂപ്പർ ഹീറോ പരിപാടിയെല്ലാം പിടിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ബേസ്. ശ്രീവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സൂപ്പർ ഹീറോ ആരാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് റിവോൾവറിംഗ് തന്നെയാണ്. മീൻസ് ഇതങ്ങനെ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റുകയും ചെയ്യില്ല. പറയാനാണെങ്കിൽ കഥ ഫുള്ള് പറയേണ്ടി വരും. അതുപോലെ തന്നെ മലയാളത്തിൽ എനിക്ക് മിന്നൽ മുരളിയും നിലവിലിപ്പോ റിവോൾവറിംഗോയാണ് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. അല്ലാതെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവഞ്ചേഴ്സ് സിനിമ കാണുമ്പോൾ ഉള്ള എല്ലാവരെയും എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇന്നത് പറയാൻ പറ്റത്തില്ല. സ്പൈഡർമാൻ, സൂപ്പർമാൻ ഇവരൊക്കെ ഒരുപോലെ ഇഷ്ടമാണ്. അയൺമാൻ ഇഷ്ടം. അയൺമാൻ ഇഷ്ടമാണ്. അയൺമാനാണോ ഇഷ്ടം? വെറുതെ ചോദിച്ചു. അവിടെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു സൂപ്പർ പവർ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയില്ല. ഞാനിങ്ങനെ അവഞ്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും ഇഷ്ടം. കുറച്ചുകൂടി എനിക്ക് സ്പൈഡർമാനാണ് ഇഷ്ടം. അവരുടെ മൂവീസ് ഒക്കെയാണ് കുറച്ചുകൂടി കാണാറ്. അങ്ങനെ ഈ ഒരു മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ പടം വരുന്നു, ഒരു കുട്ടികളെ ബേസ് കൊണ്ടുള്ള ഒരു സൂപ്പർ ഹീറോ പടം വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സൂപ്പർ ഹീറോ മൂവീസ് ഉണ്ടല്ലോ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അതും ഈ പടമായിട്ട് എത്രമാത്രം സാമ്യമുണ്ട്? അത്യാവശ്യം നല്ലോണം സാമ്യമുണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ നല്ലൊരു സൂപ്പർ ഹീറോ ബേസ്ഡ് മൂവിയിൽ ചാൻസ് കിട്ടാന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമുണ്ട് ഇത് പാർട്ടാവാൻ പറ്റിയത്. ഞാൻ ഈ അടുത്ത് ദേവനന്ദയോട് സംസാരിക്കുമ്പോൾ ദേവനന്ദ ശരിക്കും നമ്മളെക്കാളൊക്കെ ഒരു 10 വർഷം അഹെഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെയധികം മെച്യൂർഡായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നു. അപ്പോൾ ദേവനന്ദയുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, അവരുടെ സന്തോഷങ്ങളൊക്കെ ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദേവനന്ദയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ശ്രീപദിന് എന്തെങ്കിലും പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. എങ്ങനെ പറഞ്ഞാലും നമ്മളൊക്കെ കുട്ടികൾ തന്നെ ആണല്ലോ. അപ്പോ ഇപ്പൊ ഏത് സെറ്റിലായാലും നമ്മൾ നോർമലി കളിച്ച് ചിരിച്ച് ഈ സെറ്റൊക്കെ പോലെ തന്നെ ഹാപ്പി ആയിട്ട് പോകും. അങ്ങനെ പേഴ്സണാലിറ്റിയിൽ അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതിപ്പോ വളർച്ചയിലുണ്ടാവുന്ന ചേഞ്ചസ് എന്തായാലും ഉണ്ടാവുമല്ലോ, അതുപോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു മാന്ത്രിക എലമെന്റ് ഉള്ള ഒരു സിനിമ, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിനിമ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിനിമ എഴുതാനോ സംവിധാനം ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സോപാനാണ് ഞാൻ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത പടം. പിന്നെ ഒന്ന് ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാത്ത ഞാൻ വേറെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ആലോചിക്കുക. ഞാൻ ചെയ്ത പടത്തിൽ എൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി കേരളത്തിൽ വിടുന്നത്. അത് പറയാൻ പോവാ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എൻ്റെ ഒരു രീതിയിലാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ. ഒരു പാകിസ്ഥാനി ക്രിക്കറ്റർ, അയാൾ കേരളത്തിൽ എങ്ങനെ വരും, കേരളത്തിൽ വന്നാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ എങ്ങനെ, അതാണ് ഞാൻ ആലോചിച്ചത്. അതുപോലെ അത് ഒറിജിനൽ ക്രിക്കറ്ററായ പാകിസ്ഥാനിയായ കൊള്ളാണ്ടായിരുന്നു. അതിന് ശ്രമിച്ചിരുന്നു ഞാൻ, അത് നടന്നില്ല. പക്ഷെ പിന്നെ ഞാൻ ഒരു പാകിസ്ഥാനി, പിന്നെ ഒരു ജെൻഡർ ഇതിലുള്ള ഒരാൾ, പിന്നെ ഞാൻ ഇവിടുന്ന്
ലണ്ടനിൽ നിന്ന് കൊടുത്തു, അങ്ങനെ അഭിനയിച്ചത്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് മാന്ത്രികം എന്നുള്ളതെന്ന് അത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്, ശരിയാണ്. പക്ഷേ നമുക്ക് കഥ എന്ന് പറയുന്നത് മോഹൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെയുള്ള താല്പര്യമുണ്ട്. അപ്പം ഞാൻ എഴുതുന്നതിൽ എനിക്ക് ഏത് വിഷയവും പ്രശ്നമൊന്നുമില്ല. ഏറ്റവും പുതിയ വിഷയങ്ങളും, അതായത് ഈ പിന്നെ എന്താണ് AI ഇതില്ലേ സാങ്കേതിക വിദ്യയൊക്കെ, അത് വെച്ചിട്ട് വേണം പാട്ട് എഴുതാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ ഓക്കെ. എനിക്ക് ഈ വിഷയം റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞ പേര് പറഞ്ഞപ്പോഴും രസമായിട്ട് തോന്നി. അങ്ങനൊരു പാട്ടൊന്നുമില്ല ഇത്. പാട്ട് സാധാരണ അന്തരീക്ഷത്തിലുള്ള പാട്ടുകൾ. എനിക്കിത് വേണം ഞാൻ ചെയ്യും, എനിക്കൊരു പേടിയൊന്നുമില്ല. ഇപ്പം പാട്ടുകൾ എഴുതുമ്പോൾ പലപ്പോഴും ഉള്ളിൽ ഒരു കുട്ടി ഉണരും. അങ്ങനെയാണ് ഈ ലജാവതിയും അല്ലെങ്കിൽ ജില്ലയിലെയും പൈനാപ്പിൾ പെണ്ണൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ അലൈവാക്കി നിർത്താൻ, അങ്ങനെ ഒരു കുട്ടിയെ എപ്പോഴും ജീവനോടുള്ളിൽ വെക്കാൻ നമ്പൂതിരി എന്താ ചെയ്യുന്നത്? അങ്ങനെ കുട്ടിയെ ഉള്ളിൽ എപ്പോഴും അങ്ങനെ അലൈവാക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഇല്ല, നമ്മൾ അതായത് ആയാൽ മതി. മനസ്സുകൊണ്ട് അയാളുടെ ഒരു രീതി. ഇപ്പം അതിൽ പാട്ടുകളൊക്കെ ഉണ്ടല്ലേ, എൻ്റെ മിഴിവനും കൊണ്ടെൻ്റെ നെഞ്ചിലൊരു പല്ലേ, ആ ഒരു രീതിയിൽ അങ്ങ് ആലോചിക്കും, ഭ്രാന്തമായിട്ട് ആലോചിക്കും. അത് അപ്പം കിട്ടും. അത് ജയരാജൻ റെഡിയാണ്. എന്നോട് അയ്യോ അത് തോന്നിയത്. പിന്നെ ഞാൻ പടപടാന്ന് എഴുതി. ഇതേ നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക. നമുക്ക് എന്താണ് ഇവർക്ക് ആവശ്യം, ഞാൻ അവരായി മാറുക, ഞാൻ മോനായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ ഞാനില്ല അവിടെ. അവർക്ക് എന്താണോ ആ പടത്തിന് ആവശ്യം, അത് ഞാൻ റെഡി. എനിക്ക് എപ്പോഴും നാളത്തെ പടം ഞാൻ അങ്ങനെ ആലോചിക്കുന്നു. വിഷ്ണു, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ആക്ടറോ ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ സ്റ്റാർ ഇമേജ് തന്നെ വേണമെന്നില്ല ഇപ്പോൾ സിനിമ വിജയിക്കാനോ അല്ലെങ്കിൽ ആ കോടി ക്ലബിലൊക്കെ കയറാനോ എന്നുള്ളതൊക്കെ തെളിയിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമ. വാഴ 2 200 കോടി ക്ലബിലാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറെക്കുറെ എല്ലാവരും പുതുമുഖങ്ങളാണ്, അവരെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ പരിചിതരാണെങ്കിൽ പോലും. അപ്പം ഇങ്ങനെയുള്ള ടാലൻസിന്റെ വരവുണ്ടല്ലോ, അതായത് ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുക എന്നൊക്കെ പറയുന്നത് ഇൻഡസ്ട്രി മൊത്തം കുലുക്കി മാറ്റുക എന്നുള്ള രീതിയിൽ ആസ് ആക്ടേഴ്സ് ഇത് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ടോ, അതോ പുതിയ ടാലൻസ് വരുന്നതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്, ആ ഒരു നല്ല ചിന്തയിലാണ്? അങ്ങനെ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ടോ വാഴയുടെ വിജയമൊക്കെ? ഇല്ല, അത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഹാഷിറിന്റെ ഇവരുടെ റീല് കണ്ട് എത്രയോ വർഷം മുമ്പ്, ഒരു 3 വർഷം മുമ്പോ അങ്ങോട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ ജോമോനാണെങ്കിലും ഇവരുടെയൊക്കെ നമുക്ക് അങ്ങനെ കാണുമ്പോൾ അത് കലാകാരന്മാർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. വേറൊരാളുടെ പരിപാടി നന്നാവുമ്പോൾ നമുക്ക് അതിലും കൂടി സന്തോഷിക്കാൻ പറ്റണം, നല്ല കലാകാരനോട്. ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇപ്പൊ എന്ത് വിഷയം എടുത്താലും ഇവിടെ വിജയിക്കും. ഇപ്പൊ ലോക എന്ന് പറയുന്നൊരു സൂപ്പർ ഹീറോ ബേസ്, ഇപ്പൊ റിവോൾവറിംഗ് പോലെ സൂപ്പർ ഹീറോ എലമെന്റ് ഉള്ള സിനിമയാണ്. അതുപോലെ ഇപ്പോൾ വാഴ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഇപ്പോഴത്തെ ആളുകളുടെ സങ്കടങ്ങളും ചെറുപ്പക്കാരുടെ ജീവിതമൊക്കെ പറയുന്ന സിനിമ. അപ്പൊ എന്തെടുത്താലും വിജയിക്കും. അപ്പൊ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലും അത് ഒരു കോൺഫിഡൻസ് ആണോ തരുന്നത്? അങ്ങനെയല്ല, എന്തെടുത്താലും വിജയിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റൂല. എന്ത് വിഷയം എടുത്താലും നടക്കാൻ ഉദ്ദേശിച്ചത്, എങ്ങനെ എടുത്താലും നല്ല അത് ഇൻട്രസ്റ്റിംഗ് ആയാൽ എന്ത് വിഷയമാണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ പക്ഷെ അത് ഇപ്പോൾ ഏറ്റവും പുതിയ തരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഓടിയ പടങ്ങളെല്ലാം അങ്ങനെയല്ലേ, നമുക്ക് പഴയ രീതിയിൽ പ്രസന്റ് ചെയ്തൊരു സിനിമയല്ല ഓടിയിട്ടുള്ളത്. ഇപ്പോൾ ഓടിയ പടങ്ങൾ നന്നായി എന്ന് എല്ലാവരും പറയുന്ന പടങ്ങളെല്ലാം അത് അവതരിപ്പിച്ച രീതി എല്ലാം പുതിയതാണ്. മേക്കിംഗ് ആണെങ്കിലും അല്ല, അതിൽ പറയുന്ന കോണ്ടന്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് എത്ര മനോഹരമായിട്ട് ഏറ്റവും കാലഘട്ടത്തിനനുസൃതമായിട്ട് പുതിയ രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഓഡിയോ പടങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സിമിലാരിറ്റി. ഇപ്പോൾ സാറ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ, സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയുടെ സോപാനം, അതിലൊരു വരിയുണ്ട്, ഇപ്പോൾ മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം എന്നുള്ളത്. അത് ഇപ്പോൾ നമുക്കറിയാം, സാറിൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോഴോ അല്ലെങ്കിൽ കുറിപ്പുകളൊക്കെ കാണുമ്പോഴും വല്ലാത്ത കൃഷ്ണനോടുള്ള വല്ലാത്തൊരു ആരാധനയുണ്ട്. ഈ ആരാധനയിൽ നിന്നാണോ ആ വരികളും ആ ട്യൂണും ഉണ്ടാവുന്നതിൻ്റെ അടിസ്ഥാനം? ഉണ്ടാവും, ആരാധന അതിനകത്തുണ്ട്. അല്ല, നമ്മൾ കാണുന്നതും ജീവിക്കുന്നതുമായ സ്വപ്നങ്ങളും സത്യമാണ് നമ്മൾ പറയുന്നത്. എന്തായാലും അതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത തലമുറയെ, നമ്മൾ ഇത് കാണുന്ന തലമുറയെ ഒരടിയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കണം. അത് ഞാൻ ആലോചിക്കണം.
ഓക്കെ, ഒരു അപ്ഗ്രേഡ് ഉണ്ടാവണം. അതുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു അർത്ഥമില്ല. ഉം, ഉം. അതെനിക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ നമ്മളും അതുപോലെ അപ്ഡേറ്റ് ആവണം. പിന്നെ ഒന്ന്, നമ്മുടെ ഒരു ജീവിത സങ്കല്പം സത്യസന്ധമായിരിക്കണം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത ഒരാളാണ്. ഞാൻ ആകെ മുറുക്കുക അങ്ങനെയൊക്കെയുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതൊക്കെ 40-50 വർഷം മുമ്പ് നിർത്തി. ഓക്കെ. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പോലീസ് കേസിൽ ഞാൻ പെട്ടിട്ടില്ല. ഒരു കൃത്രിമത്വത്തിലും ഞാൻ ഒരു കേസിലും പെട്ടിട്ടില്ല. ഒരാളോടും ശിക്ഷിക്കപ്പെടുന്ന ഒരു കേസിൽ ഞാൻ ഉണ്ടായിട്ടില്ല. അതൊക്കെ എൻ്റെ ലക്ഷ്യമാണ്. ഞാനത് അങ്ങനെ ആയിരിക്കണം. കാരണം എൻ്റെ മക്കൾ എന്നെ കാണുമ്പോൾ അതാണ് എന്നെയാണ് പഠിക്കേണ്ടത്. ഞാനിങ്ങനെ തോന്നിയ പോലെ ജീവിക്കുകയും തോന്നിയ പോലെ നടക്കുകയും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതേപോലെ എൻ്റെ വാക്കുകൾക്ക് ലക്ഷ്യമുണ്ട്, എൻ്റെ ഗാനങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരടിയിലും മനുഷ്യനെ ഉയർത്തുന്നതായിരിക്കണം. ലജ്ജാവതിയിൽ പോലും പിന്നോട്ടടിക്കുന്ന സാധനങ്ങളൊന്നുമില്ല. ഗ്രാമത്തെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരുത്തനെ തള്ളി കിണറ്റിലിടുന്നൊരു സാധനമില്ല, ഒരുത്തനെ മുമ്പോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സമൂഹത്തിനെ സ്നേഹം കൊണ്ട് ഒരടിയെങ്കിലും മുമ്പോട്ട് കൊണ്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ ആയിരിക്കണം. ഇപ്പം മക്കളുടെ പടങ്ങളായാലും ഏത് പടങ്ങളായാലും പാട്ടിലായാലും ഒക്കെ അത് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ വാക്കുകളുടെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോഴും, ഇപ്പോൾ സാർ ഉപയോഗിക്കുന്ന വാക്കുകളെ പറ്റിയൊക്കെ വളരെ ശ്രദ്ധാലുവാണെന്നൊക്കെ പറയുമ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൊടുത്ത അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഈ പൃഥ്വിരാജിനെ പറ്റിയിട്ടുള്ള പരാമർശം ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് ഗുരുത്തക്കേട് കാണിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അദ്ദേഹത്തിന് വേദനയാവുമെന്നോ, അല്ലെങ്കിൽ ആ സത്യം ഞാൻ ഇത്രയും തുറന്ന് പറയേണ്ടതുണ്ടോ, അപ്പോൾ ഈ സത്യം അങ്ങനെ പറയേണ്ടതുണ്ടോ, അങ്ങനെ വീണ്ടുവെച്ചാൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാനൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവർ തിരിച്ചറിയും. ഞാൻ പിന്നെ അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടം പുതിയ പടം ഞാനാണ് പാട്ട് ചെയ്തത്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടൊന്നുമില്ല. അവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അല്ല, ഇയാൾ പൃഥ്വിരാജിനെ വിളിച്ചിട്ടില്ല. പക്ഷേ പൃഥ്വിരാജിനെ അറിയാം, അല്ലെങ്കിൽ എന്നെ വിളിക്കില്ലല്ലോ. അതെ അതെ അതെ. ഇപ്പോൾ ഖലീഫ എന്ന പടത്തിൽ ഞാൻ ചെയ്തു. ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞു. ദിലീപ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ അതിനുശേഷം ആ തിരുമേനി ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഓക്കെ മോനെ, നീ അങ്ങനെ ആലോചിച്ചിട്ട് എനിക്കൊന്നുമില്ലായിരുന്നു, എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അത്രയേ ഉള്ളൂ. ഇതൊന്നും വല്ലാതെ ജീവിതം മുഴുവൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന വിരോധമൊന്നും ആരോടുമില്ല, ആരോടുണ്ടാവരുത്. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു വിരോധമുള്ളത് പറഞ്ഞു, അപ്പൊ അവരത് ക്ഷമ തിരിച്ചു പറഞ്ഞു, അപ്പൊ അത് അവസാനിക്കും. ഇത് കഴിഞ്ഞു. പിന്നല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൽമഷം വെച്ചോണ്ട് നടക്കാൻ പറ്റില്ല. എനിക്ക് ഒരാളും എനിക്ക് വിരോധമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ താൽക്കാലികമായിട്ട് എന്തെങ്കിലും സന്ദർഭം കൊണ്ട് നടന്നിട്ടിരിക്കും. പക്ഷെ അത് അവർക്ക് മനസ്സിലായാൽ മതി, അല്ലാതെ എനിക്ക് മനസ്സിലാവണ്ട. എനിക്കറിയാം. ഒരാളോട് ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുമില്ല, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞുള്ളൂ. ഖലീഫ ഞാനായിരുന്നു അവർക്ക് പാട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊന്നുമില്ല അവനെ. നമ്മൾ സ്നേഹമായിട്ട് കഴിയത്രേ ഉള്ളൂ. നമ്മൾ ഒരേ കുടുംബത്തിൽ കഴിയുന്ന ആൾക്കാർ. ഒരെണ്ണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു പോയതാണ്. ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ പറയണമെന്ന് ഉദ്ദേശിച്ചൊന്നുമില്ല. ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ പറഞ്ഞു പോയി അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ അയാളുടെ ഒരു വിരോധം എനിക്കില്ല. സ്നേഹം മാത്രം നിലനിൽക്കും. അത്രേ ഉള്ളൂ. ഒരിക്കലും ഇല്ല, ആരോടില്ല. ബ്യൂട്ടിഫുൾ. അങ്ങനെ ആയിരിക്കണം. സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ നോക്കിയിട്ടില്ലേ പഠിക്കുന്ന അടുത്ത തലമുറ. അതെ അതെ അതെ. അയാൾ ഇത്രയും വയസ്സായിട്ട് എന്താണ് കളിക്കുന്ന, അയാൾ വൃത്തിയായിട്ട് അങ്ങനെ പറയിക്കില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ലഹരി സാധനം ഉപയോഗിക്കില്ല, മദ്യപിക്കില്ല, ഒരു കേസിൽപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു മാതൃക ജീവിതമായിരിക്കണം എന്നാണ് എൻ്റെ. ഒരു മക്കളെ എന്നെ കണ്ടു പഠിക്കരുത് മോശമായിട്ട്. കുഞ്ഞുങ്ങളൊക്കെ എന്നെ ഒരു കുറ്റം പറയില്ല. ഞാൻ എത്രയോ പടങ്ങളിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, എത്രയോ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ഡയറക്റ്റ് ചെയ്തു. അപ്പോഴൊന്നും ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ ക്ലിയർ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ തലശ്ശേരിയിൽ അന്ന് ഷൂട്ടിങ് സമയത്ത് ഹോട്ടലിൽ രാത്രി ഒരാൾ കുറ്റിയിട്ടുള്ള പരിപാടി വേണ്ടാകും. ഞാൻ പറഞ്ഞു എല്ലാവരും തുറന്ന് ചെയ്യുക. ഇപ്പം പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചുള്ള പരിപാടി അതൊന്നും നടക്കില്ല. അവർ ഞങ്ങളുടെ ആഗ്രഹമുണ്ട്, അതൊക്കെ പുറത്ത് ചെയ്തോളാം. എൻ്റെ സെറ്റിൽ അതൊന്നും നടക്കില്ല. അവർ അതാണ് ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ, സമ്പൂർണ്ണമായിട്ട് ഡിസിപ്ലിൻ വേണം ജീവിതത്തിൽ. വേണം അത് ചെയ്യിക്കുകയും വേണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഒരാളും സ്ഥിരമായിട്ട് ഒരു വിരോധമാണ്. അതിൻ്റെ വിരോധം ഒരു കാര്യമില്ല.
അതാണ് ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ ഒന്നുമില്ല. അത് പഠിക്കണം, എന്നെ കണ്ടിട്ടാണ് പഠിക്കേണ്ടത് കുട്ടികൾ. അതാണ് ഞാൻ പറയുന്നത്. അതെ, വരുന്ന തലമുറ അത് കണ്ട് പഠിക്കട്ടെ. ഇപ്പൊ ഈ സിനിമ കാണുന്നത് വഴി ഇപ്പൊ ലോകം കാണുമ്പോഴാണ് നമുക്ക് ഒരു സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് നമുക്കൊരു സൂപ്പർ ഹീറോ സിനിമ പറഞ്ഞാൽ ഇവിടെ സെയിൽ നടക്കും, ഇത് ഗംഭീരമായിട്ട് ഇവിടെ വർക്ക് ആവുന്നതായിരിക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ലോകയിൽ ഏറ്റവും അധികം വർക്ക് ചെയ്ത ബാക്ക് സ്റ്റോറി ആണല്ലോ, നീലയുടെ ബാക്ക് സ്റ്റോറിയാണ് ഏറ്റവും അധികം വർക്ക് ആയത്. അതായിരുന്നു സിനിമയുടെ ഒരു സിനിഫൈ എന്നുള്ള രീതിയിലുള്ള ടേക്ക് അവേ. ഇപ്പം റിവോൾവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു ടേക്ക് അവേ എന്തായിരിക്കും? ഇപ്പം സൂപ്പർ ഹീറോസ് ഓഫ് മാൽഗോവൻ എന്നൊക്കെയുള്ള സിനിമ കാണുമ്പോൾ നമുക്കൊരു ടേക്ക് അവേ ഉണ്ട്. അപ്പം കുറച്ച് ഗ്രാമത്തിലുള്ള ആളുകൾ ഒരാളുടെ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹമായിട്ട് ഒരു സിനിമ ചെയ്യാണ്, ഒരു സൂപ്പർ ഹീറോ സിനിമ. അതുപോലെ ഈ സിനിമ കാണുമ്പോൾ ഒരു സിനിമാ പ്രേമിക്ക് ഉണ്ടാകുന്ന ടേക്ക് അവേ എന്തായിരിക്കും? ഇത് നമ്മുടെ ഇടയിൽ കുറേ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടീനെ ഈ സിനിമ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് കുറേ കൂടി അവരോടായിരിക്കും ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. പല കാര്യങ്ങൾ കൊണ്ടും വീട്ടിൽ പ്രശ്നങ്ങളുള്ള പിള്ളേരുണ്ടാവാം, പുറത്ത് പറയുണ്ടാവില്ല, സ്കൂളിൽ പ്രശ്നങ്ങളുള്ള പിള്ളേരുണ്ടാവാം, ആരും ഇല്ലാത്ത പിള്ളേരുണ്ടാവാം. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അങ്ങനത്തെ കുട്ടികൾ ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇത് അവരോടായിരിക്കും നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നു. അപ്പം അതാണ് അതിൻ്റെ ഒരു ടേക്ക് അവേ. ഈ ഇപ്പോൾ ആട് 3യുടെ സമയത്ത് എന്നോട് വിജയബു പറഞ്ഞത്, മിഥുൻ സ്ക്രിപ്റ്റ് എഴുതിയതിനു ശേഷം ഒരുപാട് ജെൻസി വൈബുള്ള കുട്ടികൾ അല്ലെങ്കിൽ ജെൻസി വൈബുള്ള അസിസ്റ്റൻസിനോട് ഇത് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. സോ ദാറ്റ് അവർക്ക് ഇത് കണക്ട് ആവുന്നുണ്ടോ, അവർക്ക് ഈ തമാശകൾ വർക്ക് ആവുന്നുണ്ടോ. അപ്പോൾ റീൽസ് ഉള്ള കാരണം നമ്മൾ കോണ്ടക്സ്റ്റ് ഇല്ലാതെ ചിരിക്കാനും കരയാനും ഒക്കെ പഠിച്ചത് കൊണ്ട് അവർക്ക് അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ വർക്ക് ആവുന്ന മോഹിനിയാട്ടം എന്നുള്ള സിനിമ ചെയ്യുമ്പോഴും അവിടെ സ്ക്രിപ്റ്റ് സൂപ്പർവൈസേഷന് മിഥുൻ എന്ന് പറയുന്ന മിഥുൻ മേനോ തോമസ് ഉണ്ടായിരുന്നു. അപ്പം വിഷ്ണുവും ബിബിനും ചേർന്ന് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എഴുതുമ്പോഴൊക്കെ ഇപ്പോൾ ജെൻസികൾക്ക് കണക്ട് ആവുന്നുണ്ടോ, അവർക്കിത് വർക്കാണോ? കാരണം അവരാണല്ലോ ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു ഫസ്റ്റ് ഓഡിയൻസ്. അങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണോ കോണ്ടന്റ് ഉണ്ടാക്കുന്നത്? അല്ലാതെ നമ്മൾ മുമ്പാണെങ്കിലും നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ച് സ്ക്രിപ്റ്റ് കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ റെസ്പോൺസ് ഒക്കെ നമ്മൾ പഠിക്കുമായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ പ്രായമുള്ള കൂട്ടുകാരായിരിക്കുമല്ലോ. അല്ല, അവരൊക്കെ ഇപ്പൊ പ്രായമായി. അപ്പൊ പുതിയ ജെൻസികളായിട്ട് ഇനി കേൾപ്പിക്കണം. ഇപ്പൊ ഗണപതിയൊക്കെ പറയുന്നുണ്ട് ജെൻസികളായിട്ട് എങ്ങനെ അടുക്കും എന്നറിയില്ല, ജെൻസികളായിട്ട് എന്ത് വിധത്തിൽ എന്ത് ഒരു മദ്യക്കുപ്പി വാങ്ങിച്ചിരുന്നാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്ന് വരെ ഗണപതി എന്നോട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. തമാശക്കാണ്. അപ്പൊ ഈ ജെൻസി കുട്ടികൾ അവരായിട്ട് കണക്ട് ആവുക, അപ്പൊ അവർക്ക് വയലൻസ് ഒക്കെ വളരെ എസ്തെറ്റിക്കലി പ്രസന്റ് ചെയ്താൽ വളരെ ഇഷ്ടമാണ്. ഇപ്പൊ മാർക്കൊക്കെ അതുകൊണ്ടാണല്ലോ സെലിബ്രേറ്റ് ആവുന്നത്. മോഹിനിയാട്ടത്തിൽ പോലും അങ്ങനെ ഒരു വയലൻസിന്റെ എലമെന്റ് ഉണ്ട്, അവർക്ക് അത് താല്പര്യം ഉണ്ടായ ഏരിയ. അപ്പൊ വിഷ്ണുവും ബിബിനൊക്കെ ഇനി എഴുതുമ്പോ ഈ അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതാതെ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് എഴുതിയത് ഇപ്പൊ ജെൻസികളായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കേൾപ്പിച്ചിട്ട് അവർക്കൊക്കെ ഭയങ്കര വർക്കാണ്. അപ്പൊ എല്ലാരെയും തൃപ്തിപ്പെടുത്തണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓക്കെ ആയത് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ഉള്ളവർക്ക് ഓക്കെ ആയിരിക്കും. അപ്പൊ ഇത് മറ്റുള്ളവർക്കും വർക്കാവോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരിചയത്തിലുള്ള ജെൻസികളായിട്ടുള്ള അങ്ങനത്തെ ഏറ്റവും പുതിയ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് കേൾപ്പിച്ചു. അപ്പൊ അവർക്കൊക്കെ വർക്കാണ്. അപ്പൊ ഓക്കെ, അന്ന് ഇത് വർക്കാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ മുമ്പോട്ട് പോകുന്നത്. സാർ ഇപ്പൊ ഒരുപാട് പ്രണയഗാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണല്ലോ. ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തെ പ്രണയത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പ്രണയത്തിന് ഒരുപാട് പുതിയ പേരുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേർക്ക് തമ്മിൽ ഇഷ്ടമുണ്ട്, പക്ഷെ അതിന് ഒരു കമ്മിറ്റ്മെന്റ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തെങ്കിലും ഒരു നിബന്ധനകൾ വെക്കാനൊന്നും താല്പര്യമില്ല. അപ്പൊ ആ ഒരു അവസ്ഥയെ സിറ്റുവേഷൻഷിപ്പ് എന്നുള്ള പേരിലൊക്കെ വിളിക്കുന്നു. ഇപ്പോൾ ഒരാളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളോടും ഇഷ്ടമുണ്ട്, അയാളെ അപ്പോൾ സൈഡ് ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിനെ ബെഞ്ചിങ് എന്ന് വിളിക്കുന്നു. അങ്ങനെ പുതിയ ടേംസും പുതിയ രീതിയിലാണ് പ്രണയത്തെയൊക്കെ കാണുന്നത്. കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോട് വിട്ടാണ് രണ്ട് പങ്കാളികളും കാണുന്നത്. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തെ പ്രണയത്തിന്റെ ട്രെൻഡുകൾ അതൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കുന്നുണ്ട്. എഴുത്തിൽ അത് കൊണ്ടുവരാൻ കൂടി ഒരു ശ്രമമുണ്ടോ സാറിന്റെ ഭാഗത്ത്? ഇല്ല, നമുക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എഴുതിയ പുതിയ പാട്ടില് മിന്നൽ വിള കയ്യിലിട്ട പെണ്ണഴകെ എത്തി തൊടാൻ എത്തിക്കില്ല മരിയില്ലാണ് നീ. നമ്മൾ അന്നുള്ളതും ഇന്നുള്ളതുമായ സത്യമാണിത്. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നമ്മളെ കാഴ്ചയിൽ കാണുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബിംബമാണ് ഞാൻ നോക്കുന്നത്. പുതിയ കുട്ടികൾക്കും പഴയ ആൾക്കാർക്കും മനസ്സിലാവുന്നതും അവർക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ബിംബങ്ങളെ അന്വേഷിക്കുകയാണ് ഞാൻ. അത് രസിക്കണം ആൾക്കാർ. മിന്നൽ വേള എന്ന് പറയുമ്പോൾ എന്ത് ഒരു രസമുണ്ടല്ലോ. ഞാനത് ആലോചിക്കുന്നു. ആ ഭാഷയിലും പിന്നെ രസിക്കുന്നതായ വിഷയങ്ങൾ ഭംഗിയായിട്ട് പറയാം. പിന്നെ അത്രേ ഉള്ളൂ. ഏതിലും ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയൊരു പാട്ടിൽ ഞാൻ ഇതാണ്
ഇത് കഴിഞ്ഞിട്ട് മറ്റേ എന്താണ് പള്ളിച്ചട്ട. പള്ളി ചട്ടമ്പിയില്ലേ ആ പള്ളി അതുപോലെയുണ്ട്. ആ. അതുപോലെ ബിംബങ്ങളേ ഉള്ളൂ രസിക്കുന്ന ഇത്. ഈ ആദ്യ വാക്ക് ഒരു ശ്രമം ഉണ്ടല്ലോ. അപ്പൊ ഉണ്ട്. അതിപ്പോ ഓരോ കാലം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ലജ്ജാവതി. അപ്പൊ ഇത് ഓരോ കാലഘട്ടത്തിന് ആദ്യ വാക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് വരും. അതെപ്പോഴും അതൊരു സൂത്രമാണ് അതിൻ്റെ. ഇപ്പം നാക്കാണ്. ഇപ്പം ദേവതന്തുഭി. ദേവതന്തുഭി എന്ന് പറഞ്ഞ വാക്ക് അതിനു മുമ്പേ ആരും ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്നോട് ഭരതേട്ടൻ പറഞ്ഞു, നിങ്ങൾ വരാത്തതുകൊണ്ട് ഞാൻ ആ ദേവതന്തുഭി എന്നുള്ള വാക്ക് വൈശാലിയിൽ പിന്നെ ഓനു സാറിനെ കൊണ്ട് എഴുതിച്ചു. അതാണ് ദേവദുന്ദുഭി തന്നല്ലേ. അത്രയും ആ വാക്കിന് ചില ശക്തിയുണ്ട്. ഇപ്പോൾ പ്രമദവനം എന്ന് അന്ന് എഴുതാൻ കാരണം ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ രവിയേട്ടൻ്റെ വേറെ ട്യൂണിൽ ഇരുഹൃദയങ്ങൾ എന്നൊരു പാട്ടുണ്ട്. അപ്പോൾ എന്നോട് തിരുമേനി എന്നെ ഒന്ന് രക്ഷിക്കണം കേട്ടോ, ഇത് ഇങ്ങനൊരു പാട്ടുണ്ട്, അത് ഞാൻ മാറ്റിത്തരാണ്. സമസ്ഥാനത്ത് ആക്കിയപ്പോഴേക്ക് ഇതില്ലേ എന്താണ് ദേവദന്തുഭി പ്രമദവൻ എന്നുള്ള വാക്ക് വന്നപ്പോൾ ഇരു ഹൃദയങ്ങൾ എന്നുള്ള സംഭവം മാറി. ഇത് പെട്ടെന്ന് മനസ്സിലാവാത്തൊരു സാധനമായി. ദാസേട്ടൻ പോലെ എന്നോട് ചോദിച്ചു, എന്നാ പ്രമദവൻ? ഞാനും പാടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞത് പ്രകർഷണം മതിപ്പിക്കുന്ന വനം, അതാണ് അതിനർത്ഥം. നമ്മളെ ഉത്സാഹം കൊള്ളിക്കുന്ന വനം അതൊന്ന്. പിന്നെ ഒന്ന് അന്തഃപുരത്തിലെ ഉദ്യാനം, അതൊരർത്ഥമുണ്ട്. ഇതൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ആ ഒരു വാക്ക് ഭയങ്കര ക്ലിക്കാവും. ഭംഗിയുള്ള വാക്ക്. ഗോപികാവസന്തം, കണ്ണീർ പൂവ്, തങ്കത്തോണി, പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ, എല്ലാവരും ഉണ്ട്. ഒരു സാധനം കിട്ടിയാൽ അത് പിടിക്കും. ചിലതങ്ങനെ കളിവീട്, ചിലതത്ര വലിയ കാര്യമായിട്ടൊന്നും ചില സൂത്രങ്ങൾ അതൊരു നാക്കുകളാണ് നമ്മളെ. ഒരു സമയത്ത് ദാസേട്ടൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അമ്മയുടെ കാൽക്കലൊന്ന് വീഴണം എന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഇത് സാറിനോടാണ് പറഞ്ഞത്, പക്ഷെ കേട്ടത് അമ്മയാണ്. അപ്പോൾ കാല് വീഴാൻ വേണ്ടി വന്നപ്പോഴേക്കും അമ്മ വന്നിട്ട് ദാസേട്ടൻ്റെ കൈകൾ രണ്ടും പിടിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് മോനെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ യേശുദാസ് എന്നുള്ളൊരു മഹാഗായകനെ ഒരു സഹോദരനായിട്ടോ സുഹൃത്തായിട്ടോ അതിനൊക്കെ അപ്പുറമല്ലേ ആയിട്ടാണോ സാർ ഇപ്പോഴും കാണുന്നത്? നിങ്ങൾ തമ്മിൽ ആത്മബന്ധം ഇപ്പോഴും എങ്ങനെയാണ്? ആത്മബന്ധങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ആത്മബന്ധങ്ങളിലൂടെയാണ് നമ്മൾ ഒരു വിഷയം പറയുന്നതും അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അങ്ങനെയാണ്. പിന്നെ ഒരു പടത്തിന് ഏറ്റവും പവർ നമ്മളെ വാക്കുകൾ കൊണ്ട് പവർ കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഇവർക്ക് എന്ത് വേണോ, മോനെ എത്ര വേണോ അവിടെ പറഞ്ഞാൽ അവിടെ നിർത്തി ഞാൻ. പിന്നെയും അല്ല വേറൊന്നും വന്നുകൊണ്ട് ഞാൻ ചെയ്യും. കാരണം എനിക്കതിൽ പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ സ്റ്റോക്കുകളുണ്ട്. ഇപ്പോഴും 40-50 വർഷമായിട്ട് എഴുതാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോഴും പുതിയൊരു പാട്ട് എഴുതാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പം എന്നോട് മോൻ പറഞ്ഞാൽ ഞാൻ എഴുതും. ഇപ്പോൾ ഈ റിങ്കോ എന്ന് പറഞ്ഞൊരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും. എനിക്ക് ഒരു പേടിയില്ല. ട്യൂണ് വേണം തന്നെ നിർബന്ധമുണ്ടോ? ട്യൂണ് വേണമെന്നില്ല, രണ്ടും ആവാം. പിന്നെ ഞാനൊരു തീം പറഞ്ഞ പെട്ടെന്ന് ഒരു 2 വരി പറഞ്ഞു തരും. പുതിയ ആളുകളുണ്ട്. അല്ല അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളെ മനസ്സും കൂടി വരണം. അല്ല ജിപേ നമ്പർ, ഗൂഗിൾ പേ നമ്പർ കൊടുക്കും. അത് ആദ്യം നോക്കിയിട്ടാവാന്നല്ലേ. അല്ല അത് മാത്രമല്ല, നമ്മൾ അതിലേക്ക് വരണമല്ലോ. അല്ലാതെ വെറുതെ മത്സരമല്ലല്ലോ. മത്സരമല്ല ഒരിക്കലും. നമ്മളെ മനസ്സ് അതിനകത്ത് കൊണ്ടുവരണം. കഥയിൽ വരണം, സിറ്റുവേഷൻ വരണം. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. സാറിനത്തെ കൊണ്ട് തന്നെ പാട്ടുകൾ എഴുതിക്കണം റിവോൾവറിംഗ് പോലെ, എന്താണ് ആ തീരുമാനത്തിന്റെ പിന്നിൽ? അല്ല, നമുക്ക് നല്ലൊരു പാട്ട് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ വെള്ളാരപ്പൂമല മേലെ തിരുമേനി തന്നെ എഴുതിയ, അപ്പൊ അതിന്റെ ഒരു സാധനം കിട്ടണം എന്നുണ്ടായിരുന്നു. ആ പാട്ടിനോട് ഇങ്ങനെ കുറച്ച് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് തിരുമേനിയുടെ അടുത്ത് പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സ്പീഡ് ഉണ്ടല്ലോ പെട്ടെന്ന്. അല്ല, ഞാൻ ആദ്യം പോകുമ്പോൾ ഇതിന്റെ ഐഡിയ എല്ലാം പറഞ്ഞു കൊടുക്കാം. തിരുമേനി സമാധാനമായി എഴുതിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് പോയത്. പക്ഷെ പോയി അവിടുന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ പാട്ടായിട്ടായിരുന്നു. അപ്പൊ അത്ര പെട്ടെന്ന് കിട്ടുന്നു. നമ്മൾ റെഡിയാണ്. സമ്പത്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അതെ, കോൺസെൻട്രേഷൻ ഭയങ്കരമാണ്, ഫോക്കസ് ഭയങ്കര. നമ്മൾ പറഞ്ഞോടെ ഞങ്ങളിത് അപ്പൊ എഴുതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാര്യം രഞ്ജൻ ഇല്ലായിരുന്നു. രഞ്ജനെ ലൈനിൽ കിട്ടണം. അപ്പൊ തിരുമേനി സമയമെടുത്ത് എഴുതി, പിന്നെ രഞ്ജനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരും എന്നാണ് കരുതിയത്.
ആശയം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ തിരുമേനി എന്ന് എഴുതാൻ തുടങ്ങി. ഇല്ല, ചിലപ്പോൾ അതിനായിരിക്കും ഒരു ടെമ്പർ കൂടുക. അതെ 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 അതെ. അപ്പോൾ എഴുതുമ്പോഴാണ് എൻ്റെ ഇപ്പോൾ ജോൺസണൊക്കെ എന്ന് വെച്ചാൽ പാട്ട് പഠിക്കുന്ന ആളോട് ഒരിക്കലും നേരത്തെ പാട്ട് കൊടുത്തിട്ട് അത് പഠിച്ച് വൃത്തിയായിട്ട് ഒന്നും പറയാം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ തന്നെ പഠനം. അത് അവർക്ക് ഓരോ സൂത്രങ്ങളാണ്. മറ്റേത് പാടി പാടി വരുമ്പോൾ അയാളുടെ പാട്ടായി മാറും. എൻ്റെ പാട്ടാണ് നീ പാടേണ്ടത്, നീ ഞാൻ പറയുമ്പോൾ അപ്പം തന്നെ പഠിക്കാൻ പാടുക. അതേപോലെയാണ് മോൻ്റെ സിറ്റുവേഷൻ എന്നോട് പറയുമ്പോൾ എനിക്ക് അപ്പം തോന്നുന്ന ഞാൻ എഴുതുന്നു, പിന്നെ തോന്നുമ്പോൾ വേറെ സാധനമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ മുമ്പത്തെ വെച്ച് തന്നെ ചെയ്യുമ്പോൾ അവർക്കത് ശരിയാണോ ഇല്ലയോ എന്ന് അവർക്ക് തോന്നും, മനസ്സിലാവും അല്ലേ? അതാണ് എൻ്റെ സത്യം. ഈ കുട്ടികളുടെ സിനിമ എപ്പോഴും മലയാള സിനിമയിൽ വലിയ ഓളങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഇപ്പം മനു അങ്കിൾ എന്നുള്ള സിനിമ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആകാശദൂത് എന്നുള്ള സിനിമ. അപ്പം കുട്ടികളുടെ ബേസ് ചെയ്ത് ഇപ്പം ഇദ്ദേഹം തന്നെ ഭാഗമായിട്ടുള്ള മാളികപ്പുറം, അത് 2 കുട്ടികളുടെ കഥയാണ് ബേസിക്കലി. അപ്പോൾ ആ വിധത്തിൽ എവിടെ പ്ലേസ് ആവുന്ന വിഷ്ണു? എനിക്ക് ആദ്യം പറഞ്ഞ മനുവങ്കളാണ് എനിക്കും ഒരു കണക്ട് ആവുന്ന ഒരു പരിപാടി. കാരണം ഞാനത് നേരത്തെ കിരണിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഉള്ള ഒരു രസമുണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊരു എന്താ പറയുക, ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നു, അത് സക്സസ് ആക്കി എടുക്കുക, അതിന് കൂട്ടു നിൽക്കുക എന്നൊക്കെ പറയണ അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിലും ഉണ്ട്, ഇതിൻ്റെ കഥയിലും ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടും ഭയങ്കര രസമായിട്ട് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അതിലിങ്ങനെ ഒരു സൂപ്പർ ഹീറോ സിനിമയുടെ ഒരു സംഭവം കൂടിയൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. ആ ഒരു മനു അങ്കിൾ ക്യൂട്ട് വൈബ് കിട്ടട്ടെ, അത് ഇതിലുണ്ടാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.